നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. തീവണ്ടിയിൽ കടത്തിക്കൊണ്ടുവന്ന 10 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കുന്നത്തൂർ ശൂരനാട് തെക്ക് സ്വദേശി ദീപുവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. പരശുരാം എക്സ്പ്രസിലാണ് കഞ്ചാവ് കടത്തിയത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ദിനാചരണം. ശുചിത്വ സമൃദ്ധി വിദ്യാലയം 2.0 പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കം. കൊല്ലം ജില്ലയിൽ KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദ് പൂർണ്ണം. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ KSU പ്രവർത്തകരെ ആക്രമിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബന്ദ്. അഞ്ചലിൽ KSU പ്രതിഷേധ പ്രകടനം നടത്തി. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത. മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം താലൂക്ക് കമ്മിറ്റി റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി പൈപ്പ് സ്ഥാപിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. 10ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലെന്ന് കുറ്റപ്പെടുത്തൽ. വിശദമായ വാർത്തകളിലേക്ക്. തീവണ്ടിയിൽ കടത്തിക്കൊണ്ടുവന്ന 10 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കുന്നത്തൂർ ശൂരനാട് തെക്ക് സ്വദേശി ദീപുവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. പരശുരാം എക്സ്പ്രസിലാണ് കഞ്ചാവ് കടത്തിയത്. തീവണ്ടിയിൽ കടത്തിക്കൊണ്ടുവന്ന 10 കിലോ കഞ്ചാവുമായാണ് യുവാവ് പിടിയിലായത്. ബുധനാഴ്ച വൈകിട്ട് പരശുരാം എക്സ്പ്രസിലാണ് കഞ്ചാവ് കടത്തിയത്. ഇതേക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ച കരുനാഗപ്പള്ളി പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തുകയായിരുന്നു. സംഭവത്തിൽ കുന്നത്തൂർ ശൂരനാട് തെക്ക് സ്വദേശി ദീപുവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. ഒപ്പമുണ്ടായിരുന്ന പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. ഒറീസയിൽ നിന്നും കഞ്ചാവ് വാങ്ങി സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ എത്തിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവന SHO ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും കൊല്ലം സോഷ്യൽ ഫോറസ്ട്രിയുടെയും നമ്മുടെ കായൽ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ശാസ്താംകോട്ട തടാക തീരത്താണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ കടമകളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ജൈവവൈവിധ്യത്തിന്റെ നഷ്ടം തുടങ്ങിയ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഈ വർഷം ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. ഈ ദിനത്തിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. മരങ്ങൾ നടുക, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുക, പരിസ്ഥിതി സെമിനാറുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ശാസ്താംകോട്ടയിലും പരിസ്ഥിതി ദിനാചരണം നടത്തി. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി, സോഷ്യൽ ഫോറസ്ട്രി കൊല്ലം, നമ്മുടെ കായൽ കൂട്ടായ്മ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത്. മരം ഒരു വരം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാൻ SS കാവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. പരിസ്ഥിതി സംരക്ഷണം അഥവാ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള മാർഗം. പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം പ്രയത്നിക്കേണ്ടതുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ശാസ്താംകോട്ട തടാക തീരത്ത് നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്തു. തടാക തീരത്ത് വൃക്ഷത്തൈകളും നട്ടു. നമ്മുടെ കായൽ കൂട്ടായ്മ കൺവീനർ S ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനാചരണം നടത്തുന്നത്. ഇന്നത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിനെ തുരത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ജലസ്രോതസ്സുകളും പരിസ്ഥിതിയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ നമ്മൾ തടയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഓരോ ദിവസവും കുറഞ്ഞത് ഒരു 10 പ്ലാസ്റ്റിക് കവറുകളെങ്കിലും നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുകയോ തീയിടാതെയോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയും നമ്മുടെ പരിസ്ഥിതിയും ഒക്കെ തന്നെ സംരക്ഷിക്കപ്പെടും. ശാസ്താംകോട്ട സബ് ഇൻസ്പെക്ടർ KH ഷാനവാസ്, ഫോറസ്റ്റർ നിയാസ്, താലൂക്ക് ലീഗൽ സർവീസസ് സെക്രട്ടറി ഉദയ് ശബരീശം, ഭൂപേഷ്, അമ്പാടി, ബിനു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ലോക പരിസ്ഥിതി ദിന സന്ദേശവുമായി ശുചിത്വ സമൃദ്ധി വിദ്യാലയം 2.0 പദ്ധതിക്ക് തുടക്കം.
കൊല്ലം ഗവൺമെന്റ് ടൗൺ UPSൽ നടത്തിയ ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം കളക്ടർ N. ദേവിദാസ് നിർവഹിച്ചു. ശുചിത്വ സമൃദ്ധി വിദ്യാലയം ക്യാമ്പയിൻ ഏറ്റെടുത്ത മികച്ച വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടത്തി. ലോക പരിസ്ഥിതി ദിന സന്ദേശവുമായി ശുചിത്വ സമൃദ്ധ വിദ്യാലയം 2.0 പദ്ധതിക്ക് തുടക്കം. കൊല്ലം ഗവൺമെന്റ് ടൗൺ UPSൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ N. ദേവിദാസ് ഉദ്ഘാടനം ചെയ്തു. കൃത്യമായിട്ട് നമ്മൾ പരിപാലിക്കും. അത് കരുത്തോടെ വളർത്തുന്ന മരങ്ങൾ നമുക്ക് ഗുണകരമാണ് എന്ന് നമുക്ക് തോന്നണം. ഇതിപ്പോ ഇവിടെ ഇൻഡോർ പ്ലാന്റ് ആണ്. നമ്മുടെ വീടിനകത്ത് ശുദ്ധമായിട്ടുള്ള വായു ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന, അത് പ്ലാസ്റ്റിക്കിലൊന്നും അല്ല അവരെ സജ്ജീകരിച്ചിരിക്കുന്നത്, സെറാമിക് ബോട്ടിലാണ്. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷം നടത്തിയ ശുചിത്വ സമൃദ്ധി വിദ്യാലയം ക്യാമ്പയിൻ ഏറ്റെടുത്ത മികച്ച വിദ്യാലയങ്ങൾക്കുള്ള ഉപകാര സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ P. K. ഗോപൻ ഉപകാര സമർപ്പണം നിർവഹിച്ചു. കൊല്ലം DEO ഇൻചാർജ് ആന്റണി പീറ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അനിൽകുമാർ K. സ്വാഗതം പറഞ്ഞു. ടൗൺ UPS ശുചിത്വ അംബാസിഡർ ആത്മജ GS പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണം കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ S. ജയൻ നിർവഹിച്ചു. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന പരിസ്ഥിതി ദിന സന്ദേശം സംസ്ഥാന ശുചിത്വ മിഷൻ സീനിയർ കൺസൾട്ടന്റ് PS. രാജശേഖരൻ നൽകി. ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ 3 വീതം LP സ്കൂളുകളും UP സ്കൂളുകളും വിദ്യാഭ്യാസ ജില്ലാടിസ്ഥാനത്തിൽ 3 വീതം ഹൈസ്കൂളുകളും തെരഞ്ഞെടുക്കുകയും വിദ്യാർത്ഥികളായ ശുചിത്വ അംബാസിഡർമാരെയും അധ്യാപകർ, ശുചിത്വ കോർഡിനേറ്റർ എന്നിവരെ അനുമോദിച്ചു. തൊടിയൂർ രാധാകൃഷ്ണൻ, T. വിനു, C. ഷൈനി, A. ഷാനവാസ്, ജെറിൻ ജെയിംസ് വർഗീസ്, ലിജു, ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. KSU വിദ്യാഭ്യാസ ബന്ദ് അഞ്ചലിൽ സമ്പൂർണ്ണം. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ പെൺകുട്ടികൾ അടക്കമുള്ള KSU പ്രവർത്തകരെ ആക്രമിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തത്. ഇതോടനുബന്ധിച്ച് പ്രതിഷേധ പ്രകടനവും നടത്തി. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ പെൺകുട്ടികൾ അടക്കമുള്ള KSU പ്രവർത്തകരെ ആക്രമിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. തുടർന്ന് KSU പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നസ്മൽ വിളക്കുപാറയുടെയും സംഘടനാ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ പുത്തേയത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൗഫിക്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മിഥുൻ ജോസഫ് ജോർജ്, ബിജോയ് ഏരൂർ, അനൂപ് ജോർജ്, സജിൻ നാസർ, അമൽ കരവാളൂർ, KSU നേതാക്കളായ അൻഷാദ് പുത്തയം, ജിഷ്ണു, ആൽവിൻ, റാഷിദ് കരുകോൺ, അൽത്താഫ്, അഫ്സൽ, യബൽ, അമൽ ചണ്ണപ്പേട്ട, ശ്രീകാന്ത്, അശ്വിൻ എന്നിവർ നേതൃത്വം നൽകി. യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് കലോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ തീരുന്ന ദിവസം അർദ്ധരാത്രിയോടുകൂടി നിരവധി KSU പ്രവർത്തകർക്കും, അതായത് KSU ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ SFIയുടെ അക്രമം അഴിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. അതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം KSU കൊല്ലം ജില്ലയിൽ ഇന്ന് അഴിച്ചുവിടുന്നത്. അതായത് അവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അവർക്കെതിരെ നടപടി ഉണ്ടാവുന്നതുവരെ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം ഡീസന്റ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. ജീവനക്കാർ പ്രസിഡന്റിനെയും ആരോപണ വിധേയരായ ഭരണസമിതി അംഗങ്ങളെയും ഉപരോധിച്ചു. ബാങ്ക് മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയതായും ആക്ഷേപമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കൊട്ടിയം ഡീസന്റ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിൽ വ്യാപക ക്രമക്കേടെന്നാണ് പരാതി ഉയർന്നത്. ഇത് പുറത്തറിയാതിരിക്കാൻ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാൻ ഭരണസമിതി ഉത്തരവിറക്കി. പ്രസിഡന്റിന്റെയും 5 ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു സംഭവം. ബാങ്കിന്റെ മിനിറ്റ്സിൽ ക്രമക്കേട് നടത്തിയാണ് തീരുമാനം എഴുതി ചേർത്തതെന്ന് ആരോപിച്ച് ജീവനക്കാർ പ്രസിഡന്റിനെയും ആരോപണ വിധേയരായ ഭരണസമിതി അംഗങ്ങളെയും ഉപരോധിച്ചു.
ബാങ്കിൽ സൂക്ഷിക്കേണ്ട മിനിറ്റ്സ് ബുക്ക് പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവെന്നും 29-ന് നടത്തിയ യോഗ തീരുമാനം എന്ന നിലയിൽ സസ്പെൻഷൻ ഉത്തരവ് നടപ്പാക്കുകയായിരുന്നു എന്നുമാണ് ജീവനക്കാർ പറയുന്നത്. ബാങ്കിനൊരു അസറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന, ബാങ്കിന് വേണ്ടി ജോലി ചെയ്യുന്ന ജീവനക്കാരെ ദ്രോഹിക്കുന്ന യാതൊരു നടപടിക്കും ഞങ്ങൾ ജീവനക്കാർ കൂട്ടു നിൽക്കത്തില്ല. അതിന് അന്യായമായ സസ്പെൻഷൻ പിൻവലിക്കുക, അത്രേ ഉള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ 11 പേരെ ഈ പ്രതിഷേധിക്കുന്ന 11 പേരെ സസ്പെൻഡ് ചെയ്യട്ടെ. ഞങ്ങൾ ഇത്രയും ദൂരെ വീട്ടിൽ പോകാനുള്ളത്, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കസ്റ്റമേഴ്സ് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞങ്ങൾ മോശക്കാരാണെങ്കിൽ വരുമോ? ഞങ്ങൾ അഴിമതി നടത്തുന്നവരാണെങ്കിൽ ഇത്രയും പേര് ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുമോ? ഞങ്ങൾക്ക് ചായ കൊണ്ട് തരാനും ഇവിടെ ഇരിക്കുന്ന വെള്ളം കൊണ്ട് തരാനും ഒക്കെ ഇവിടെ ഉള്ള പരിസരത്തുള്ള സഹകാരികളാണ് വന്നേക്കുന്നത്. ജീവനക്കാർക്ക് പിന്തുണ അറിയിച്ച് CPM-ഉം KCE-യും സമരം ആരംഭിച്ചതോടെ ഭരണസമിതി തീരുമാനങ്ങൾ പിൻവലിച്ച് ക്രമക്കേട് നടത്തിയ മിനിറ്റ്സ് ബാങ്ക് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ലോക്കറിൽ വെച്ച് പൂട്ടി. കഴിഞ്ഞ മാസം ബാങ്കിലെ ചില ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരുന്നു. ഇതോടെയാണ് അഴിമതി വർദ്ധിച്ചതെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനല്ലേ മേഡത്തിന് ഞങ്ങൾ 5 മണി മുതലേ വിളിക്കുന്നത്. എന്തുകൊണ്ട് മേഡം ഒന്നും ചെയ്യുന്നില്ല? ഞങ്ങൾ പിന്നെ വേറെ ആരോടാ പറയേണ്ടത്? കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പറയാം, അവർക്ക് ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 20 വർഷം ചുമട്ടുതൊഴിലാളിയായി ജീവിതം. ജോലിയിൽ നിന്നും വിരമിച്ചപ്പോൾ സഹപ്രവർത്തകർ ഉൾപ്പെടെ നൽകിയത് സ്നേഹനിർഭരവും വൈകാരികവുമായ യാത്രയയപ്പ്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്ന് തൊഴിലാളിയെ വിശേഷിപ്പിച്ച് MLA. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വീട്ടിലേക്ക്. തൊടിയൂർ വെളുത്തമണലിലാണ് INTUC-യുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ യാത്രയയപ്പ് ചുമട്ടുതൊഴിലാളിക്ക് നൽകിയത്. കൊയിലോൺ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ INTUC-യുടെ വെളുത്തമണൽ യൂണിറ്റിൽ 20 വർഷം ചുമട്ടുതൊഴിലാളിയായി സേവനം പൂർത്തിയാക്കിയ ഇസ്മയിൽ കുട്ടിക്കാണ് വൈകാരികമായ യാത്രയയപ്പ് നൽകിയത്. സഹപ്രവർത്തകർ സ്നേഹാദരങ്ങൾ കൊണ്ട് ഇസ്മയിൽ കുട്ടിയെ വീർപ്പ് മുട്ടിച്ചു. CR മഹേഷ് MLA ആകട്ടെ സ്നേഹനിർഭരമായി ആലിംഗനം ചെയ്തു. വിതുമ്പിയ കണ്ണുമായി MLA-യോട് ചേർന്നു നിന്നു ഇസ്മയിൽ കുട്ടി. വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്ന തൊഴിലാളിയെ MLA വിശേഷിപ്പിച്ചു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് ഈ കാലഘട്ടത്തിലെ കവി വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ, വെയിലുകൊള്ളുന്ന, മഴ കൊള്ളുന്ന, ഭാരം ചുമക്കുന്ന ഒരു ചുമട്ട് തൊഴിലാളി തന്നെ നന്നായിട്ട് ആരോഗ്യമുള്ള സമയത്ത് ചെറുപ്പത്തിൽ ഈ വെളുത്തമണൽ ചന്തയിൽ വരികയും വളരെ വർഷക്കാലമായി ഇവിടുത്തെ മുഴുവൻ ആളുകളോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും കുടുംബം പോറ്റാൻ കിലോ കണക്കിന് ഭാരമുള്ള വലിയ തൂക്കം ഭാരം ചുമന്ന് ഇപ്പോൾ അദ്ദേഹം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ, സർക്കാരിന്റെ ക്ഷേമനിധി ബോർഡിൽ ചേർന്ന് അതിനുശേഷം ഇന്ന് അദ്ദേഹം പെൻഷനാകുന്ന ഒരു സമയമാണ്. ഈ നാടിനെ നന്മയുള്ളതാക്കി മാറ്റിയതിൽ, ഈ നാടിനെ ഐക്യപ്പെടുത്തിയതിൽ, ഈ നാടിനെ സജീവമാക്കുന്നത് ഈ ചുമട്ടുതൊഴിലാളികളും പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ നാട്ടിൻപുറത്തെ കച്ചവട വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ടാണ് വ്യാപാരി വ്യവസായിയുടെ നേതാവ് ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല, ഏറ്റവും വലിയ അംഗീകാരം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തന്നെ യാത്രയയപ്പിന് പങ്കെടുക്കുകയാണ്. 20 വർഷത്തെ സേവനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ പൊന്നാടിയും മൊമെന്റോയും നൽകി സഹപ്രവർത്തകരും വ്യാപാരികളും സ്നേഹനിർഭരമായ യാത്രയയപ്പാണ് ഇസ്മയിൽ കുട്ടിക്ക് നൽകിയത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തൊഴിലാളികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇസ്മയിൽ കുട്ടിയെ യാത്രയാക്കി. വീടുവരെ വാദ്യമേളങ്ങളും ഒപ്പം സഹപ്രവർത്തകരും അനുഗമിച്ചു. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാകാം ഒരു ചുമട്ട് തൊഴിലാളിക്ക് സഹപ്രവർത്തകർ വ്യത്യസ്തമായ യാത്രയയപ്പ് നൽകുന്നത്. ഇത് വേറിട്ട ചരിത്രം തന്നെയാണെന്ന് MLA-യും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിലെ പോകുമ്പോൾ ഈ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്മയിലോട്ടേക്ക് വന്ന് എന്നോട് പറയുന്നത്, മഹേഷ്, ഞാൻ പെൻഷൻ ആവുകയാണ്. അപ്പം എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഈ പെൻഷൻ ആവുക എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ഇപ്പൊ എല്ലാവരും പെൻഷൻ ആകുന്ന ഒരു കാലമാണ്. അപ്പൊ എനിക്ക് അത്ഭുതമായി. ഞാൻ പെൻഷൻ ആവുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്ഭുതം. എനിക്കറിയില്ലായിരുന്നില്ല ചുമട്ടുതൊഴിലാളി പെൻഷൻ ആവും. അവൻ പറഞ്ഞ ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ ആവും, എനിക്ക് ഇനി 3-ാം തീയതി മുതൽ ഇവിടെ ചുമടെടുക്കാൻ പറ്റില്ല, ഞാൻ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുക. വെളുത്തമണലിൽ നടത്തിയ യാത്രയയപ്പ് സമ്മേളനം CR മഹേഷ് MLA-യാണ് ഉദ്ഘാടനം ചെയ്തത്. കൊയിലോൺ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് അസോസിയേഷൻ INTUC ജനറൽ സെക്രട്ടറി AA അസീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ഓഫീസർ ഷാജി, INTUC നേതാക്കളായ ടി തങ്കച്ചൻ, അഡ്വക്കേറ്റ് KA ജവാദ, നിജാം ബിഷി, ഷംസുദ്ദീൻ, ഷാനി ചോളൂർ, RSP നേതാവ് സൈനുദ്ദീൻ കുഞ്ഞ്, യൂണിറ്റ് INTUC ഭാരവാഹികളായ നൌഷാദ്, പൂക്കുഞ്ഞ്, ഗോപാലകൃഷ്ണൻ, ഇസാഖ് തുടങ്ങിയവർ, വ്യാപാര പ്രതിനിധികൾ, തൊഴിലാളി പ്രതിനിധികൾ എല്ലാവരും ഒരുപോലെ നിന്നായിരുന്നു യാത്രയെ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ,
കരുനാഗപ്പള്ളി. പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിലെ ആധുനിക അറവുശാലയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന ഇൻഫാക്ട് കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. 14 കോടിയാണ് അടങ്കൽ തുക. പുനലൂർ ശ്രീരാമവർമ്മ മാർക്കറ്റിലെ ആധുനിക അറവുശാലയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. ആദ്യഘട്ടമായി തൂണ് നിർമ്മിക്കുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുമുള്ള ഭാഗങ്ങൾ സർവേ ചെയ്ത് അടയാളപ്പെടുത്തിയിരുന്നു. 18 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകുമെന്ന് നിർമ്മാണ ചുമതല വഹിക്കുന്ന സർക്കാർ ഏജൻസിയായ ഇൻഫാക്ട് കേരള അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. കോംപ്ലക്സിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ആധുനിക അറവുശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചത്. ഇന്ന് ഫൈലിംഗ് വർക്ക് തുടങ്ങി. 18 മാസ കാലാവധിയാണ് ഈ പ്രോജക്റ്റിന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ പൂർത്തീകരിക്കുവാനായിട്ട് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള MR ഫാം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. 10 വർഷത്തെ നിർമ്മാണവും അതിന്റെ പരിപാലനവുമാണ് ഈ കമ്പനിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ എത്രയും വേഗം പണികൾ പുരോഗമിക്കും. ഈ നിർദ്ദിഷ്ട 18 മാസത്തിനുള്ളിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കി ഇവിടെ ആധുനിക അറവുശാല പ്രവർത്തനം ആരംഭിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മാലിന്യം സംസ്കരിക്കുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് അറവുശാല നിർമ്മിക്കുന്നത്. പ്രതിദിനം 50 മാടുകളെയും 25 ആടുകളെയും കശാപ്പ് ചെയ്യാൻ കഴിയുന്ന വിധം ആധുനിക സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. 14 കോടിയാണ് അടങ്കൽ തുക. നിർമ്മാണത്തിനായുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഫെബ്രുവരി 3-ാം വാരം മുതൽ ആരംഭിച്ചിരുന്നു. ബംഗളൂരു ആസ്ഥാനമായ MR ഫാംസ് എന്ന കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത്. ഈ സ്ഥലത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന അറവുശാല 15 വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിയിരുന്നു. ഇവിടെ നിന്നുള്ള മലിനജലം സമീപത്തുള്ള കല്ലടയാറിന് മലിനമാക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നടപടി. ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള പുതിയ അറവുശാല നിർമ്മിക്കുമെന്ന് നഗരസഭ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേരള പുരാണ പാരായണ സംഘടനയുടെ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷനും പ്രയാർ പുരസ്കാര സമർപ്പണവും നടന്നു. സംഘടനാ രക്ഷാധികാരി പ്രയാർ ഗോപാലകൃഷ്ണന്റെ 3-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് കൺവെൻഷനും പ്രയാർ പുരസ്കാര സമർപ്പണവും നടത്തിയത്. കേരള പുരാണ പാരായണ സംഘടനയുടെ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷനും പ്രയാർ പുരസ്കാര സമർപ്പണവും നടത്തി. പബ്ലിക് ലൈബ്രറി സരസ്വതി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇവതിനെ ഏറ്റവും ചർച്ച ചെയ്യുന്നുണ്ട് സനാതന ധർമ്മത്തിനെ പറ്റി. അതെന്താ മോശമാണ്, അവർക്ക് എന്താ സനാതന ധർമ്മം എന്ന് പറയുന്നത്. സനാതന ധർമ്മത്തിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ലത് തന്നെയാണ്, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള. പക്ഷെ അതിനെ ചില തെറ്റായിട്ട് പിന്നീട് വ്യാഖ്യാനിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് മനുഷ്യൻ മറ്റേ വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം പഠിച്ചാൽ അവന് പൂജ ചെയ്യാൻ അധികാരമുള്ള ബ്രാഹ്മണ്യം കൈവരുന്ന നിയമം. അത് സനാതന ധർമ്മത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോ എന്താക്കി, ബ്രാഹ്മണൻ മാത്രമേ പൂജ ചെയ്യാവുന്നാക്കി. അത് തെറ്റായി വ്യാഖ്യാനിച്ച. സനാതന ധർമ്മത്തിനല്ല കുഴപ്പം, അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. പിന്നീട് ഓരോരുത്തരുടെ പ്രവൃത്തി അനുസരിച്ച് ചാതുർവർണ്ണയുണ്ടായി. പൂജ നടത്തുന്നവരൊക്കെ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പൂജ ചെയ്യാൻ പാടുള്ളൂ. കച്ചവടം ചെയ്യുന്നവരൊക്കെ വൈശ്യ വിഭാഗത്തിൽപ്പെടുത്തി. പിന്നെ യുദ്ധം ചെയ്യുന്നവരെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുത്തി. ഇതിലൊന്നും അല്ലാത്തവരെ ശൂദ്രന്മാരായി ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നവരാക്കി. ചിലർക്കൊരു ധാരണയുണ്ട്, ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതി വിഭാഗത്തിലൊക്കെയാണ്. അതല്ല, ഇപ്പോഴത്തെ കാലത്തെ നല്ല നായന്മാര് തന്നെയാണ് ശൂദ്രന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ട്. ബാക്കിയുള്ളത് ഈ ഗണത്തിലേ വരുന്നില്ല, ഈ ചാതുർവർണ്ണയത്തിലൊന്നും വരുന്നില്ല. ഈ ഏറ്റവും ഇന്നത്തെ അതുകൊണ്ടാണല്ലോ അവരെ അമ്പലത്തിൽ കയറ്റായിരുന്നുകൊണ്ട് ഈ പേര് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പിന്നീട് വന്നു. കേരള പുരാണ പാരായണ സംഘടനാ രക്ഷാധികാരി പ്രയാർ ഗോപാലകൃഷ്ണന്റെ 3-ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടനയുടെ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷനും പ്രയാർ പുരസ്കാര സമർപ്പണവും നടത്തിയത്. അവാർഡിന് അർഹനായ AR കൃഷ്ണകുമാർ K മുരളീധരനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അമ്പാടി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CR ആചാര്യ, KC രാജൻ, സൂരജ് രവി, പ്രയാർ ഹരി, ശാന്തനികേതൻ ഗോപാലകൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് ബേബിസൺ, MR തമ്പാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. തീവണ്ടിയിൽ കടത്തിക്കൊണ്ടുവന്ന 10 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കുന്നത്തൂർ ശൂരനാട് തെക്ക് സ്വദേശി ദീപുവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. പരശുരാം എക്സ്പ്രസിലാണ് കഞ്ചാവ് കടത്തിയത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ദിനാചരണം.
ശുചിത്വ സമൃദ്ധി വിദ്യാലയം 2.0 പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കം. കൊല്ലം ജില്ലയിൽ KSU ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദ് പൂർണ്ണം. കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ KSU പ്രവർത്തകരെ ആക്രമിച്ച SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബന്ദ്. അഞ്ചലിൽ KSU പ്രതിഷേധ പ്രകടനം നടത്തി. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയത. മനുഷ്യാവകാശ സാമൂഹിക നീതി ഫോറം താലൂക്ക് കമ്മിറ്റി റോഡിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി പൈപ്പ് സ്ഥാപിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. 10ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലെന്ന് കുറ്റപ്പെടുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.